അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരിക? ഒരു ബി എഡോ ടി ടി സി ഒക്കെ കഴിഞ്ഞ് ഒരു പ്രീ പ്രൈമറിയിലോ അല്ലെങ്കിൽ ഒരു എൽ പി യു പി സ്കൂളിലോ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു മാഷെ ടീച്ചറെ ലെക്ചറൊക്കെയാണ് നമുക്ക് ഓർമ്മ വരിക. ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും അധ്യാപകന്മാരാണ്. വളർന്നു വരുന്ന പുതിയ തലമുറയെ നിരന്തരമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അധ്യാപകർ. നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ, വിദ്യാർത്ഥികൾ ഈ നാട്ടിലും സമൂഹത്തിലും ചുറ്റുപാടിലുമുണ്ട് എന്ന് അറിയില്ല എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ഒരു പ്രശ്നം. അതറിയുകയായിരുന്നുവെങ്കിൽ ഒരു വളർന്നു വരുന്ന പുതുതലമുറക്ക് ധാരാളം നന്മകളെ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതിങ്ങനെ പറയാൻ കാരണം, ഞാനൊരു ഫേസ്ബുക്കിൽ നിന്നുള്ളൊരു കുറിപ്പ് ഞാൻ വായിച്ചു. അതായത് ഒരാൾ യാത്ര ചെയ്യുമ്പോൾ അയാളൊരു യാത്രാനുഭവം അയാൾ എഴുതിയതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ബസ്സിൽ എന്തുണ്ടായിരുന്നു, പിന്നെ സ്കൂൾ കുട്ടികൾ യാത്ര ചെയ്തിരുന്നു. അപ്പോൾ ഈ സ്കൂൾ കുട്ടികളിൽ ഒരു കുട്ടി ഈ കൺസെഷൻ കാർഡ് കണ്ടക്ടർക്ക് കൊടുത്തപ്പോൾ, സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാർഡ് കൊടുത്തപ്പോൾ അത് ആ കണ്ടക്ടറെ കയ്യൊക്കെ എത്തുന്നതിന് മുമ്പ് അതാണ്ട് പാറിപ്പോയി. ബസ്സല്ലേ, പുറത്തേക്ക് പാറി. അപ്പോൾ കണ്ടക്ടർ ബെല്ലടിച്ചെങ്കിലും ഈ ബസ് നിർത്തുന്നില്ല. ഈ കുട്ടിയാകെ പരിഭ്രമത്തിലാണ്, നഷ്ടപ്പെട്ടതിൻ്റെ പരിഭ്രമം. അപ്പോൾ അവിടെ എന്താണ്, ഓവർ ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് വൺ വേ ആയിട്ടാണ് വണ്ടി പോകുന്നത്. അപ്പോൾ അവിടെ നിർത്താൻ ഡ്രൈവർക്ക് പറ്റില്ല. പക്ഷെ കണ്ടക്ടർ നിരന്തരം ബെല്ലടിച്ച് നിർത്തിച്ചു. അങ്ങനെ അവർ രണ്ട് കുട്ടികൾ ഇറങ്ങി, അവർ ബാക്കിലോട്ട് നടന്നു പോയി. അപ്പോൾ അവിടെ കിടക്കുന്നുണ്ട്. ഒരാൾ റോഡൊക്കെ ബ്ലോക്കാക്കിച്ച് അടുത്ത ആളെന്ത് ചെയ്തു, അടുത്ത് തിരിച്ചു വന്നു. ഈ തിരിച്ചു വരുന്നത് വരെയും ഈ കൺസെഷന് കയറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബസ് നിർത്തിയിട്ടു. അപ്പോൾ ബസ്സിലാണെങ്കിൽ കുട്ടികളുണ്ട്, യാത്രക്കാരുണ്ട്, മുതിർന്ന ആളുകളുണ്ട്, ധൃതിയിൽ പല സ്ഥലത്തും പോകുന്നുണ്ട്. കുറച്ചധികം സമയം വണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. അപ്പോൾ സത്യത്തിൽ ആരും പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. ഈ കുട്ടികളുടെ കാര്യമാകുന്നതുകൊണ്ട് എല്ലാവരും അത് സഹിച്ചു നിന്നു. അപ്പോൾ ഇദ്ദേഹം എന്ത് വെച്ചാൽ, ഈ കണ്ടക്ടറോട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ തിരിച്ചു വന്ന് അവർ യാത്ര പോയപ്പോൾ ചോദിച്ചു, നിങ്ങൾ അങ്ങനെ നിർത്തിക്കൊടുത്തത് നന്നായി, ആ കുട്ടികളാകെ വിഷമത്തിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ഭയങ്കര സേവന പ്രവർത്തനമായിട്ടും ഭയങ്കര ഒരു പ്രശംസയായിട്ടൊന്നും കണ്ടക്ടർ, ഒരു സാധാ പ്രവർത്തനമായിട്ട് കണ്ടക്ടർ അത് കണ്ടിട്ടുള്ളൂ എന്ന് അയാളെ പ്രതികരണത്തിൽ മനസ്സിലായി. അങ്ങനെ എന്ത് ചെയ്തു, അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, നമ്മൾ അങ്ങനെ ചെയ്യണത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ആളുകൾ കൂടെ നിൽക്കും എന്ന ഒരു ബോധം നമ്മുടെ പുതുതലമുറക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഈ സമൂഹത്തിൻ്റെ തന്നെ ശത്രുക്കളായി മാറും. അപ്പോൾ അത് നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മളിവിടുത്തെ ഒരു സാമൂഹികമായ സെറ്റപ്പ് എന്ന് എന്ത് ചെയ്യണം, അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ആ ഒരു പ്രവർത്തനത്തിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നമ്മളുടെ ഓരോ ഇടപെടലുകളും യഥാർത്ഥത്തിൽ പുതിയ തലമുറ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുള്ളത് ഒരു വസ്തുതയാണ്, നമ്മൾ മനസ്സിലാക്കണം. ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ അവിടെ പഠിപ്പിക്കുന്ന സിലബസുകൾക്കും അറിവുകൾക്കുമൊക്കെ അപ്പുറം എന്തുണ്ട്, ചില മൂല്യങ്ങൾ അവർക്ക് പകർന്നു നൽകാൻ അയാൾക്ക് സാധിക്കണം. എല്ലാ കുട്ടികളും പി ടിക്ക് വിട്ട് കളിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു കുട്ടി മാത്രം ഒരു തൂണിച്ചാരി വിഷമിച്ച് നിൽക്കുന്നുണ്ട്. എന്തോടെ ഇവിടെ നിൽക്കുന്നത്, എന്താ പ്രശ്നം? ഒന്നുമില്ല സാർ, വെറുതെ നിൽക്കാം. എന്തോ നിനക്കൊരു ചെറിയൊരു പ്രയാസം ഉണ്ടല്ലോ, ഞാനും നീ മാത്രമല്ല പറഞ്ഞു. ഒന്നുമില്ല സാറേ, ഉമ്മയ്ക്ക് അസുഖമാണ്, ഞാൻ പോരുന്ന സമയത്ത് ഞാൻ വീട്ടിലങ്ങനെ ആരുമില്ല, ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടായിരുന്നു? ആശുപത്രി കൊണ്ടുപോകാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ടാണ് അങ്ങനെയായത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ ഏതായാലും സ്കൂളിട്ട് പോണ സമയത്ത് സ്റ്റാഫ് റൂമിലൊന്ന് വന്നിട്ട് എന്നെ കാണണം. അങ്ങനെ കണ്ടു പറഞ്ഞു, ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൽ നിന്ന് വലിയ സംഖ്യ ശമ്പളം വാങ്ങുന്ന ആൾക്കാരാണ്, അവിടെ നീ ഒരു പേടി മേടിക്കണം, ഈ പൈസ നീ വെച്ചോ, നീ ഉമ്മനെ കൊണ്ടുപോയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് നാളെ വേണമെങ്കിൽ ലീവ് എടുത്തോ, ആശുപത്രിയിലൊക്കെ ഒന്ന് പോയിട്ട് വന്നോ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ, ആ ഒരു 10 മിനിറ്റ് നേരത്തെ അനുഭവം ഉണ്ടല്ലോ, അതാ കുട്ടിക്ക് നൽകുന്ന, ഒരു പക്ഷേ ജീവിതകാലം മുഴുവനും അവനൊരു കാരുണ്യ സേവന പ്രവർത്തകനാകാൻ അത് മതിയാകും. ആ അധ്യാപകനോട് അവനുണ്ടാകുന്നൊരു മതിപ്പ്, അവന് ജീവിക്കാനുള്ളൊരു ആത്മവിശ്വാസം, എന്തെല്ലാം നൽകാൻ പറ്റുമോ ആ കാര്യത്തിൽ. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്,
നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ പെരുമാറുമ്പോൾ നിങ്ങളെന്താണ്, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളിൽ നിന്ന് പഠിക്കുന്നുണ്ട്, എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കുന്നുണ്ട്, എന്താണ് സ്നേഹമെന്ന് പഠിക്കുന്നുണ്ട്, ഓരോന്നും പഠിക്കുന്നുണ്ട്. അത് പിന്നീട് അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു, പ്രതിഫലിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് പെരുമാറുന്നത് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് കാണുന്നുണ്ട്. നാളെ അവർ അത് വെച്ചാണ് നിങ്ങളോട് എന്ത് ചെയ്യുക, പെരുമാറുക. അതുകൊണ്ട് പുതിയ തലമുറക്ക് നല്ല പാഠങ്ങൾ നൽകാൻ അധ്യാപകന്മാരും അനധ്യാപകന്മാരും എല്ലാവരും ബോധപൂർവം ശ്രമിക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെല്ലാവരും അധ്യാപകരാണെന്ന കാര്യം നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ക്യാമറ പോലെ പുതുതലമുറയുടെ കണ്ണുകൾ നമുക്ക് നേരെ തിരിച്ചു വെച്ചിട്ടുണ്ട് എന്ന ബോധത്തോടു കൂടെ ആവണം നമ്മൾ ജീവിക്കേണ്ടത്.